എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫാദർ സാജു കെ മത്തായി. കീപ്പനശ്ശേരിയിൽ കുടുംബത്തിലെ 18ാമത്തെ വൈദികൻ. കീപ്പനശ്ശേരിയിൽ ദിവംഗതനായ മത്തായി കോർപ്പിസ്കോപ്പായുടെ ആദ്യ പുത്രൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ പിതാവിൽ നിന്ന് സുറിയാനി ഭാഷയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം. തുടർന്ന് വിദ്യാഭ്യാസ കാലത്ത് ഗണിതശാസ്ത്രത്തിലും ഇംഗ്ലീഷ് ഭാഷയിലും മലയാള ഭാഷയിലും ഹിന്ദി ഭാഷയിലും ഒക്കെ വലിയ താല്പര്യം കാണിച്ചതും ഭാഗ്യം. എൻ്റെ ഗുരുനാഥന്മാർ ഈ തരുണത്തിൽ ആദരവോടെ സ്മരിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഗ്രാൻഡ് പേരൻസ് എല്ലാവരെയും സ്മരിക്കുന്നു. വളരെ അനുകൂലമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിനും പഠിക്കുന്നതിനും സാധിച്ചതോടൊപ്പം പ്രതികൂല സാഹചര്യങ്ങൾ പലതും ദൈവം ഒരുക്കി തരികയും കൂടുതൽ അർത്ഥം ജീവിതത്തിന് നേടുകയും ചെയ്തു. ഇപ്പോൾ കോംപ്രഹെൻസീവ് ടാബുലർ സിറിയൻ ഗ്രാമർ എന്ന പേരിൽ ബൃഹത്തായ ഒരു ഗ്രാമർ പുസ്തകം തയ്യാറാക്കുന്നതിന് ഭാഗ്യം ഉണ്ടായി. 1999 ആരംഭിച്ച സുറിയാനി ഭാഷയിലുള്ള ഗവേഷണ പഠനത്തിൻ്റെ പരിസമാപ്തി അല്ലെങ്കിൽ പൂർത്തീകരണം എന്ന് പറയുന്നത് പോലെയാണ് ഈ പുസ്തകം. ഗണിതശാസ്ത്രത്തിൻ്റെ അടിത്തറയിലാണ് ഈ പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത്. സുറിയാനി ഇംഗ്ലീഷ് ഭാഷയിലൂടെ പഠിപ്പിക്കുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആണല്ലോ. ഈ പുസ്തകത്തിൻ്റെ സ്പൈൻ എന്ന് പറയുന്നത് സുറിയാനി ഭാഷയിലെ ക്രിയാപദങ്ങൾ ആകുന്നു. 1902 ജർമ്മനിയിൽ നിന്ന് ജെസി പെയിൻ സ്മിത്ത് പ്രസിദ്ധീകരിച്ച എ കോമ്പനിയസ് സിറിയൻ ഡിക്ഷണറി എന്ന പുസ്തകത്തിലെ എല്ലാ ക്രിയകളും 1623 വരികളിൽ 7 നിരകളിൽ ക്രമീകരിച്ച് ഓരോ ക്രിയയ്ക്കും ഒരു ഐഡി കൊടുക്കുന്നതിന് ഈ പുസ്തകത്തിലൂടെ സാധിച്ചിരിക്കുന്നു. ഇത് പുസ്തകത്തിൻ്റെ 2ാം ഭാഗം ആകുന്നു. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 28 അധ്യായങ്ങളിലെ 1071 വാക്യങ്ങൾ അത് സുറിയാനി ഭാഷയിൽ രേഖപ്പെടുത്തി, അതിലെ നാമപദങ്ങൾ വേർതിരിച്ച് എഴുതി, അതിലെ ക്രിയാപദങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തി, അവ ഏത് കാലത്തിൽ എന്ന് സൂചിപ്പിച്ച് അതിൻ്റെ അർത്ഥം എഴുതി, ഏറ്റവും അവസാനം ഇംഗ്ലീഷിലുള്ള അതിൻ്റെ പരിഭാഷ രേഖപ്പെടുത്തി ഈ പുസ്തകം പൂർത്തീകരിച്ചിരിക്കുന്നു. 300-ലധികം പേജുകൾ ഈ ഭാഗം തന്നെ ഉണ്ട്. 1ാം ഭാഗത്തിലേക്കുള്ള വിവരശേഖരണം പ്രധാനമായും നടത്തിയിരിക്കുന്നത് 5ാം ഭാഗത്തിൽ നിന്ന് ആകുന്നു. മത്തായിയുടെ സുവിശേഷത്തിലുള്ള എല്ലാ നാമപദങ്ങളും തീം അനുസരിച്ച് വർഗീകരിച്ച് ഏതാണ്ട് 40 പട്ടികകളിലായി ഇവ ക്രമീകരിച്ച് ഓരോ നാമവും ഏത് പുല്ലിംഗമോ സ്ത്രീലിംഗമോ എന്ന് സൂചിപ്പിച്ച് അതിൻ്റെ ബഹുവചന രൂപം രേഖപ്പെടുത്തി, ഇതിൻ്റെ ആബ്സല്യൂട്ട് സ്റ്റേറ്റും അതിൻ്റെ പ്ലൂരലും ഒക്കെ രേഖപ്പെടുത്തി സജ്ജമാക്കിയിരിക്കുന്ന ഭാഗം 1ാം ഭാഗത്തിൽ തന്നെ ഉണ്ട്. ക്രിയാമൂലങ്ങൾ 12 വിഭാഗങ്ങളായി തിരിച്ച് അവയുടെ സ്വഭാവ വിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതും 1ാം ഭാഗത്തിൽ തന്നെയാകുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ പാർട്സ് ഓഫ് സ്പീച്ച്, നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ എന്നതുകൂടാതെ പാർട്ടിക്കിൾസ് കൂടി 1ാം ഭാഗത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ കാര്യവും പ്രസ്താവിക്കുമ്പോൾ 5ാം ഭാഗത്തിലുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് പഠിതാക്കൾക്ക് എളുപ്പപ്പെടുത്തിയിട്ടുണ്ട്. സുറിയാനി ഭാഷയുടെ ഒരു പ്രത്യേകത അതിൻ്റെ ക്രിയകളുടെ സിദ്ധരൂപം ആവുന്നു. മലയാളത്തിൽ അവൻ ഇരുന്നു, അവൾ ഇരുന്നു, ഞാൻ ഇരുന്നു, അവർ ഇരുന്നു ഇങ്ങനെ പറഞ്ഞാൽ ആ ക്രിയ ഇരുന്നു എന്ന് മാത്രം പറഞ്ഞാലും മതി. എന്നാൽ സുറിയാനി ഭാഷയിൽ ഉള്ള 10
പേഴ്സണൽ പ്രോനൗൺസിന് അനുസരിച്ച് ക്രിയ അതിൻ്റെ സിദ്ധരൂപങ്ങൾ 10 ആകുന്നു. ഇത് ഒരു ഗണിതശാസ്ത്രപരമായ ഒരു ഫോർമുലയിലാണ് ഈ സിദ്ധരൂപങ്ങൾ വർക്ക് ചെയ്യുന്നത്. എല്ലാ മൂലക്രിയകളുടെയും സിദ്ധരൂപങ്ങൾ ഇനം തിരിച്ച് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് പുസ്തകത്തിൻ്റെ 3-ാം ഭാഗം. മൂലക്രിയകളല്ലാതെ ഉള്ള ക്രിയകളാണ്, അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് പുസ്തകത്തിൻ്റെ 4-ാം ഭാഗം. അക്ഷരമാലയിൽ നിന്ന് ആരംഭിച്ച് അത് എഴുതുന്നത് എങ്ങനെ എന്ന് സൂചിപ്പിച്ച് കൊണ്ട് ആദ്യ ഭാഗം തന്നെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താവുന്നത് ആകുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ എ, ഇ, ഐ, ഒ, യു എന്നിങ്ങനെ 5 വൗവൽ ലെറ്റേഴ്സ് ഉണ്ട്. അവിടെ ഉച്ചാരണം അ, എ, ഇ, ഒ, ഉ എന്നാകുന്നു. സുറിയാനി ഭാഷയിൽ 3 വൗവൽ ലെറ്റേഴ്സ് മാത്രമാണ് ഉള്ളത്. അത് ഓല, വാവ്, യൂദ് എന്നിവയാകുന്നു. ഈ വൗവൽ ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചുള്ള ഉച്ചാരണങ്ങളാണ് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചിത്രസഹിതം സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ വരച്ചു തന്ന എൻ്റെ സഹപ്രവർത്തകൻ ശ്രീമാൻ പ്രസാദിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അക്ഷരമാല 22 അക്ഷരങ്ങൾ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്നു. ഓല, വാവ് എന്നീ വൗവൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഉച്ചാരണങ്ങളാണ് ചിത്രസഹിതം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓരോ അക്ഷരത്തിനും യോജിച്ച ചിത്രങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഓല, യൂദ് എന്നീ വൗവൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുള്ള നാമപദങ്ങളാണ് ഇവ. സുറിയാനി ഭാഷയിൽ പിന്നീട് ചേർത്ത ഉച്ചാരണ പുള്ളികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള നാമപദങ്ങൾ ശേഖരിച്ച് ഉച്ചാരണത്തിനനുസരിച്ച് അടുക്കി വച്ചിരിക്കുന്നതാണ് ഈ പട്ടിക. മത്തായിയുടെ സുവിശേഷത്തിലെ നാമപദങ്ങൾ തീമനുസരിച്ച് വിഭജിച്ച് അവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്കൈ, ബേർഡ്സ്, ഇങ്ങനെ 40 പട്ടികകളാണ് ഉള്ളത്. ക്രിയകൾ 12 ടൈപ്പുകളാണ് ഉള്ളത്. ഓലാഫിൽ തുടങ്ങുന്നവ പേ ഓലാഫേഴ്സ്, യൂതിൽ തുടങ്ങുന്നവ പേ യൂത് വേർഡ്സ്, ഇങ്ങനെ 12 ഇനങ്ങൾ. ക്രിയകൾ ടേബിളുകളാക്കി തിരിച്ചിരിക്കുന്നു ഇവിടെ. ഈ ക്രിയയുടെ ID 939A, ഇത് 939C, ഇങ്ങനെ. ക്രിയകളുടെ സിദ്ധരൂപമാണ് ഈ ഭാഗങ്ങളിൽ കാണുന്നത്. 3-ാം ഭാഗം. മൂലക്രിയകളല്ലാത്ത ക്രിയകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നിവയെ സംബന്ധിച്ചുള്ള പഠനമാണ് 4-ാം ഭാഗത്തിൽ. മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു വാക്യം എങ്ങനെ
എങ്ങനെ വിശദീകരിക്കുന്നു എന്ന് ഇപ്പോൾ കാണിക്കാം. 13-ാം അധ്യായം 37-ാം വാക്യം. ഹൂ ദേൻ നോ വേമാർ ലഹുൻ ഹൗ ദ സറവോ തോബോ ഈ സൗ ബ്രേദ് നോശം. ഈ വാക്യത്തിലെ സറവോ, തോബോ, ബ്രോ, നോശ ഇവയാകുന്ന നാമപദങ്ങൾ. ഇവയുടെ അർത്ഥങ്ങൾ 1-ാം ഭാഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ക്രിയകൾ അനോ, ഏമാർ, സറ, ഈസ് എന്നിവയാകുന്നു. അവയുടെ ഐഡികൾ ഇവിടെ ചേർത്തിട്ടുണ്ട്, അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നു. അനോ ഹി ആൻസേഡ്, ഏമാർ ഹി സെഡ്, സറ ഹി സോഡ്. ഇവിടെ ദസറ എന്നത് ഹു സോഡ് എന്നിങ്ങനെ ഈസ് ഹീസ്. ഏറ്റവും അവസാനം ഇംഗ്ലീഷിലുള്ള പരിഭാഷ. ബട്ട് ഹി ആൻസേഡ് ആൻഡ് സെഡ് ടു ദം ഹി ഹു സോഡ് ദ ഗുഡ് സീഡ് ഈസ് ദ സൺ ഓഫ് മാൻ. ഇങ്ങനെ 1071 വാക്യങ്ങളാണ് മോർഫോളജിക്കൽ അനാലിസിസ് നടത്തിയിരിക്കുന്നത്. തുടർന്ന് വവൽ ലിറ്റേഴ്സിൻ്റെ ഈ പോരായിക, എണ്ണത്തിലെ പോരായിക പരിഹരിക്കുന്നതിന് 4-ാം നൂറ്റാണ്ടിൽ ഉച്ചാരണ പുള്ളികൾ ഉപയോഗിച്ച് അ, എ, ഇ, ഒ, ഉ എന്ന ഉച്ചാരണ പുള്ളികൾ ഉപയോഗിച്ച് ഭാഷ വികസിപ്പിച്ച് അതിൻ്റെ ഉച്ചാരണം നിജപ്പെടുത്തിയ പൂർവ്വപിതാക്കന്മാരെ ഈ തരുണത്തിൽ നയിക്കുന്നു. ഇവരുടെ എല്ലാം പരിശ്രമങ്ങളാണ് മൃതമായി പോയി എന്ന ഭാഷയെ ഇന്ന് സജീവമായി നിലനിർത്തിയിരിക്കുന്നത്. 3500-ലധികം വർഷത്തെ പഴക്കം ഉള്ള ഈ ഭാഷ ലോകത്ത് വളരെയധികം സ്കോളേഴ്സ് ഇപ്പോൾ അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്സ്ഫോർഡിലെ ഡോക്ടർ സെബാസ്റ്റ്യൻ പി ബ്രോക്ക്, അദ്ദേഹമാണ് ഏറ്റവും മുതിർന്ന വ്യക്തി. 85 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം ഈ പുസ്തകം പരിശോധിച്ച് പ്രിഫേസ് എഴുതിയിരിക്കുന്നു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ ഡോക്ടർ ജോർജ് എക്കറാസ്, അദ്ദേഹം ഒരു പുസ്തക രചയിതാവും പ്രസാധകനും ഗവേഷകനും അധ്യാപകനും ആണ്. അദ്ദേഹം ഈ പുസ്തകം പരിശോധിച്ച് ഫോർവേഡ് എഴുതിയിരിക്കുന്നു. എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തകം വ്യാകരണ രംഗത്ത് ഒരു പുതിയ കാൽവയ്പ് ആണ്. ഗണിതശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ മാതൃകയിൽ മലയാള ഭാഷയിൽ ഒരു വ്യാകരണ പുസ്തകം ഉണ്ടായി കാണുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ഭാഷകൾക്കും ഗ്രാമർ രചിക്കുന്നതിന്, കുട്ടികൾക്ക് സ്വയം ഇത് പഠിക്കുന്നതിന് ഈ പുസ്തകത്തിൻ്റെ മാതൃക അവലംബിക്കാൻ സാധിക്കുന്നുവെങ്കിൽ വളരെ ചാരിതാർത്ഥ്യം